നമ്മളടുത്ത് ചിലരൊക്കെ വെറുതെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അമ്മ ചുമ്മാ പഠിക്കാൻ പോകുന്നേ, നമുക്ക് ജോലി കിട്ടാനൊന്നും പോകുന്നില്ല, നിന്നെ നിന്നെ നോക്കിയിട്ട് വീട്ടിലിരുന്നൂടെ. കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയും, എന്തിനാണ് വീണ്ടും പഠിക്കുന്നത്, പഠിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല. തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടായിന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഹൗസ് വൈഫാണ്. അക്കാദമിയിലെത്തി, ഞാനിങ്ങനെ വീട്ടിലത്തെ ഫാമിലിയിലാണ്, മോള് ചെറുതാണ്. അപ്പം അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് പഠിക്കാൻ വില്ലിങ് ആണെങ്കിൽ ഫുൾ സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതുകൊണ്ട് ആ ഒരു ഉറപ്പിലാണ് ഞാൻ അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ഒരു ഇതിൽ ഇത്രയും കാലത്തെ ഒരു പഠനത്തിൽ എനിക്ക് ഇതുവരെ കിട്ടാത്തൊരു ക്ലാസ് റൂം ഫെസിലിറ്റീസ്. അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഫോക്കസ് പോയിന്റ് എന്ന് വന്നത് ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ നമുക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക എന്നുള്ളത്. എനിക്ക് ആദ്യം വേണ്ടത് ഒരു ട്രെയിനിങ് തന്നെയാണ്. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ക്യാഷ് പ്രൈസ് മെഡലൊക്കെ കിട്ടിയത് അക്കാദമിയിൽ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്താലും സക്സസ് ആവും, നമ്മളതിന് ശ്രമിച്ചാൽ സക്സസ് ആവുന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത് അക്കാദമിയിൽ നിന്ന് തന്നെയാണ്. എനിക്ക് കൂടുതൽ സപ്പോർട്ടിട്ട് മോളായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ പഠിക്കാൻ പോയിക്കോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയത് ABC ഫേസ് കോർപ്പറേഷൻ തളിപ്പറമ്പിലായിരുന്നു. ABCനെ കുറിച്ച് അക്കാദമിയെ കുറിച്ച് അറിഞ്ഞത് ഞാൻ ഇവിടെ തളിപ്പറമ്പിൽ നിന്നായിരുന്നു. അവിടത്തേക്ക് തന്നെ ഒരു ജോയിനിങ് ആയി എന്നുള്ളത് അറിഞ്ഞതും അതേ ABC തളിപ്പറമ്പിൽ നിന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബെബറ്റോയിലാണ്. അവിടെ അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കോൺവെക്കേഷൻ ടൈമിൽ എല്ലാവരും പങ്കെടുത്തു, ഫാമിലിയിൽ ഹസ്ബൻഡും മോളും. അവളെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏട്ടൻ്റെ കൂടെയായിരുന്നു ആ ഒരു മൊമെൻ്റ് വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ ലൈഫിൽ വന്നാൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ മോള് അവിടുത്തെ പറഞ്ഞവരോടൊക്കെ അവൾ തന്നെ പറഞ്ഞു, എൻ്റെ നമുക്ക് ജോലി കിട്ടി. ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്താ പറയുക, നമ്മൾ അന്നെടുത്തൊരു തീരുമാനം ശരിയായിരുന്നു എന്നുള്ളത്.